everyone, welcome to the series of lectures of Bharatiya Sakshya Adhinayam conducted by L'Oxygen. I am Leanne Francis, a faculty of L'Oxygen. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയം അല്ലെങ്കിൽ പോപ്പുലർലി കോൾഡ് as ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ് അഡ്മിഷൻസും കൺഫെഷൻസും. അപ്പോൾ ഇന്നത്തെ സീരീസ് ഓഫ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്മിഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ സെക്ഷൻ 15 മുതൽ സെക്ഷൻ 21 വരെയുള്ള പ്രൊവിഷൻസിലാണ് അഡ്മിഷൻസിനെ പറ്റിയിട്ട് പറയുന്നത് BSA. അപ്പോൾ സെക്ഷൻ 15 പറയുന്നത് അഡ്മിഷൻ്റെ ഡെഫിനിഷനെ പറ്റിയിട്ടാണ്. വിൽ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദി ഡെഫിനിഷൻ. ഐ ജസ്റ്റ് റീഡ് ഔട്ട് ദി ഡെഫിനിഷൻ ഫോർ യു. Section 15 states that an admission is a statement, oral or documentary or contained in electronic form which suggests any inference as to fact and issue or relevant fact and which is made by any of the persons under the circumstances hereinafter mentioned. നമുക്ക് ഈ ഡെഫിനേഷൻ ജസ്റ്റ് ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അഡ്മിഷൻ എന്താണ്? അഡ്മിഷൻ ഇസ് എ സ്റ്റേറ്റ്മെന്റ്. അതൊരു ഓറൽ സ്റ്റേറ്റ്മെന്റ് ആവാം, അല്ലെങ്കിൽ അതൊരു ഡോക്യുമെന്ററി സ്റ്റേറ്റ്മെന്റ് ആവാം, അല്ലെങ്കിൽ അതൊരു ഇലക്ട്രോണിക് റെക്കോർഡിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആവാം. വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താവില്ല? അഡ്മിസിബിൾ ആവില്ല. അത് ഒന്നെങ്കിൽ ഫാക്റ്റിൻ്റെ ഇഷ്യൂവിനോടോ അല്ലെങ്കിൽ റെലവൻറ്റ് ഫാക്റ്റിനോടോ ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധം, ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇൻഫറൻസ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താവുള്ളൂ? അഡ്മിഷൻ. ദാറ്റ് ഇസ് ദി സെക്കൻഡ് കണ്ടീഷൻ. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് അഡ്മിഷൻ ആവണമെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട തേർഡ് കണ്ടീഷനാണ് ഈ സെക്ഷൻസ്, അതായത് 15 മുതൽ 21 വരെയുള്ള സെക്ഷൻസിൽ ചില പ്രത്യേക ആളുകൾ, ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ അഡ്മിഷൻ ആവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ വിൽ ഡിസ്കസ് ഇറ്റ് ആസ് വി മൂവ് ഫോർവേഡ്. അങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക ആളുകൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ് എന്ത്? അഡ്മിഷൻ. അപ്പോൾ നമ്മൾ ഡെഫിനേഷൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അഡ്മിഷൻ ആവണമെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ദി ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദ അതൊരു സ്റ്റേറ്റ്മെന്റ് ആവണം. ഇറ്റ് ക്യാൻ ബി ഓറൽ, ഡോക്യുമെന്ററി ഓർ സംതിങ് വിച്ച് ഇസ് കണ്ടെയ്ൻഡ് ഇൻ എൻ ഇലക്ട്രോണിക് ഫോം. ദി സെക്കൻഡ് കണ്ടീഷൻ, ഇറ്റ് ഷുഡ് ഹാവ് സം ഇൻഫറൻസ്, അതായത് ഫാക്റ്റിന് ഇഷ്യൂനോടോ റെലവൻറ്റ് ഫാക്റ്റിനോടോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. ദ തേർഡ് കണ്ടീഷൻ ഇസ് ദാറ്റ് അത് ഈ സെക്ഷൻസ്, അതായത് സെക്ഷൻ 16 മുതൽ സെക്ഷൻ 18 വരെയുള്ള സെക്ഷൻസിൽ പറയപ്പെടുന്ന ആളുകൾ ഈ താഴെ പറയുന്ന സെക്ഷൻസിൽ പറയപ്പെടുന്ന സർക്കംസ്റ്റാൻസുകളിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അതെന്താവുള്ളൂ? അഡ്മിഷൻ ആവുള്ളൂ. സോ വി ഡൺ വിത്ത് ദി ഡെഫിനിഷൻ ഓഫ് അഡ്മിഷൻ. സെക്ഷൻ 15 അഡ്മിഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അഡ്മിഷൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത് പോലെ തന്നെ ഏതൊക്കെ ആളുകൾക്ക് ഏതൊക്കെ സർക്കംസ്റ്റാൻസിൻ്റെ അടിയിലാണ് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് പറയുന്നത് സെക്ഷൻ 16 മുതൽ സെക്ഷൻ 18 വരെയാണ്. അപ്പോൾ സെക്ഷൻ 16 നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. Statements made by a party to the proceeding or by an agent to any such party whom the court regards under the circumstances of the case as expressly or impliedly authorized by him to make are admissions. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സെക്ഷൻ 16 അടിയിൽ ആർക്കൊക്കെയാണ് അഡ്മിഷൻസ് കൊടുക്കാൻ പറ്റുക? ഫസ്റ്റ് വൺ, ഒരു സ്യൂട്ടിൻ്റെ പാർട്ടീസ്. ഇപ്പോൾ ഒരു സിവിൽ സ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ പ്ലെയിൻറ്റിഫ് ആൻഡ് ഡിഫെൻഡൻറ്റ്, ഒരു ക്രിമിനൽ സ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അക്യൂസ്ഡ് ആൻഡ് കംപ്ലൈനൻറ്റ്. അപ്പോൾ അത് ക്ലിയർ ആയി. നമുക്കൊരു സ്യൂട്ടിലെ പാർട്ടീസിന് നമുക്ക് എന്ത് ചെയ്യാം? അഡ്മിഷൻ കൊടുക്കാം. പിന്നെ ആ ഡെഫിനിഷനിൽ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് പറയുന്നത് എന്താ? ആ പാർട്ടീസിൻ്റെ ഓത്തറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്സ്, അതായത് സ്പെസിഫിക് ആയിട്ട് സ്യൂട്ടിൻ്റെ പാർട്ടീസ് ഒരാളെ ഓത്തറൈസ് ചെയ്യാണ്, എൻ്റെ ബിഹാഫിൽ യു ക്യാൻ ഗിവ് അഡ്മിഷൻ എന്ന് പറഞ്ഞ് സ്പെസിഫിക് ആയിട്ട് ആ സ്യൂട്ടിലെ പാർട്ടീസ് ഒരാളെ ഓത്തറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം? അഡ്മിഷൻസ് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഒരു സ്യൂട്ടിലെ റെപ്രസെൻറ്റേറ്റീവ് ക്യാരക്ടറിൽ സ്യൂ ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ സ്യൂ ചെയ്യപ്പെടുന്ന ഒരാൾക്കോ എന്ത് ചെയ്യാൻ പറ്റില്ല? അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു സ്യൂട്ടിൽ ഒരു മൈനർ ഉണ്ട്. മൈനർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കേസ് കൊടുക്കാനും പറ്റില്ല, മൈനർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഒബ്വിയസ്ലി മൈനറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് മൈനറിൻ്റെ പേരൻസോ അല്ലെങ്കിൽ ആരെങ്കിലും അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയനൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? സ്യൂട്ട് കൊടുക്കുക. അങ്ങനെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ക്യാരക്ടറിൽ സ്യൂ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഫർദർ പറയുന്നത് ഒരു പ്രൊപ്രേറ്ററി അല്ലെങ്കിൽ ഒരു പെക്യൂണിയറി ഇൻട്രസ്റ്റ്, ഒരു സ്യൂട്ടിൽ എന്തെങ്കിലും ഒരു പ്രൊപ്രേറ്ററി അല്ലെങ്കിൽ പെക്യൂണിയറി ഇൻട്രസ്റ്റ് എന്തെങ്കിലും ആ സബ്ജക്ട് മാറ്ററിൽ, സ്യൂട്ടിൻ്റെ സബ്ജക്ട് മാറ്ററിൽ സ്പെസിഫിക് ആയിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ആ സ്യൂട്ടിൻ്റെ സബ്ജക്ട് മാറ്ററെ പറ്റിയിട്ട് അഡ്മിഷൻസ് കൊടുക്കാം. പിന്നെ ലാസ്റ്റ്ലി ദി പേഴ്സൺസ് ഫ്രം ഹൂം the suit have derived their interest in the subject matter. ഏത് ആളുകളിൽ നിന്നാണോ ഏത് വ്യക്തികളിൽ നിന്നാണോ ആ പാർട്ടീസിന് ഇൻട്രസ്റ്റ് ഡെറൈവ് ചെയ്തത് അവർക്കും എന്ത് ചെയ്യാം? അഡ്മിഷൻസ് കൊടുക്കാം. സോ വി ഡൺ വിത്ത് സെക്ഷൻ 16. സെക്ഷൻ 16 അടിയിൽ ഏതൊക്കെ ആളുകൾക്കാണ് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ കണ്ടു. ജസ്റ്റ് ടു ബ്രഷ് അപ്പ്, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 16 അടിയിൽ അഡ്മിഷൻ കൊടുക്കാൻ പറ്റുന്ന ആളുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, പാർട്ടീസ് ടു ദ സ്യൂട്ട്. അത് കഴിഞ്ഞിട്ട് പാർട്ടീസിൻ്റെ ഓത്തറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. അതിനുശേഷം
ഈ സബ്ജക്ട് മാറ്ററിൽ സ്യൂട്ടിൻ്റെ അല്ലെങ്കിൽ പ്രൊസീഡിങ്സിൻ്റെ സബ്ജക്ട് മാറ്ററിൽ എന്തെങ്കിലും തരത്തിലുള്ള പെക്യൂണിയറി അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, ആ സ്യൂട്ടിൻ്റെ മാറ്ററെ പറ്റിയിട്ട് അഡ്മിഷൻ കൊടുക്കാം. ആൻഡ് ലാസ്റ്റ്ലി പേഴ്സൺസ് ഫ്രം ഹൂം, ഏത് ആളുകളിൽ നിന്നാണോ ആ സ്യൂട്ടിലെ ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഡിറൈവ് ചെയ്യുന്നത് ആ ആളുകൾക്കും എന്ത് ചെയ്യാം, അഡ്മിഷൻ കൊടുക്കാം. അപ്പോൾ അതാണ് സെക്ഷൻ 16 പറയപ്പെടുന്ന ആളുകൾ. ഏതൊക്കെ ആളുകൾക്കാണ് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് സെക്ഷൻ 16 അടിയിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും ആളുകളെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ നെക്സ്റ്റ് മൂവിങ് ഫോർവേഡ് ടു സെക്ഷൻ 17. സെക്ഷൻ 17 ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. സെക്ഷൻ 17 states that statements made by persons whose position or liability it is necessary to prove as against any party to the suit are admissions if such admissions would be relevant as against such persons in relation to such position or liability in a suit brought against them, and if they are made while the person making them occupy such position or subject to such liability. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഏതൊക്കെ ആളുകൾക്കാണ് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളതിൽ വരുന്ന നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ആളുകളാണ് സെക്ഷൻ 17 അടിയിൽ പറഞ്ഞിട്ടുള്ളത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നോക്കിയാൽ മതി. സ്റ്റേറ്റ്മെൻറ്റ്സ് മെയ്ഡ് ബൈ പേഴ്സൺസ് ഹൂസ് പൊസിഷൻ ഓർ ലയബിലിറ്റി is necessary to be proved as against to the party of the suit. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കാം. ഓക്കെ, എ ബി എന്ന് പറയപ്പെടുന്ന രണ്ട് ആളുകൾ. എ എന്ത് ചെയ്തു, ബിക്ക് വേണ്ടിയിട്ട് റെന്റ് കളക്ട് ചെയ്യാമെന്ന് ബിനോട് സമ്മതിച്ചു. ഓക്കെ, ബി പിന്നീട് എനെ സ്യൂ ചെയ്യുക. സി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് എ റെന്റ് കളക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് ബി എന്ത് ചെയ്യാണ്, എക്ക് അഗേൻസ്റ്റ് സ്യൂ ചെയ്യാണ്. അപ്പോൾ ഈവൻ ദോ ഈ എയും ബിയും തമ്മിലുള്ള ഈ കാര്യത്തിൻ്റെ ഇടയിൽ സി ഒരു പാർട്ടി അല്ലെങ്കിൽ കൂടി സീൻ്റെ ഒരു പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പ്രൂവ് ചെയ്യണം ആസ് അഗേൻസ്റ്റ് ദി പാർട്ടീസ്. അതായത് എക്കും ബിക്കും അഗേൻസ്റ്റ് സീൻ്റെ ഒരു പൊസിഷൻ നമ്മളവിടെ പ്രൂവ് ചെയ്താൽ മാത്രമേ, അതായത് സീനോട് ചോദിക്കണം, അയാൾ എൻ്റെ കയ്യിൽ നിന്ന് റെൻറ്റ് മേടിച്ചോ, നിങ്ങൾ ടെനൻ്റ് ആയിരുന്നോ എന്നുള്ള ആ ഒരു സീൻ്റെ പൊസിഷൻ അവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സ്യൂട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അവിടെ ഒരു റെലവെൻറ്റ് അഡ്മിഷൻ ആണ്. അതാണ് സെക്ഷൻ 17 പറയുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് മെയ്ഡ് ബൈ പേഴ്സൺസ് ഹൂസ് പൊസിഷൻ ഓർ ലയബിലിറ്റി ഇറ്റ് ഈസ് നെസസറി ടു പ്രൂവ് ആസ് അഗേൻസ്റ്റ് ദി പാർട്ടി ടു ദ സ്യൂട്ട്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ആൻഡ് സെക്ഷൻ 17 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് അഗൈൻ മൂവിങ് ഫോർവേഡ്, ദി ലാസ്റ്റ് സെറ്റ് ഓഫ് പീപ്പിൾ ഹു കെൻ മേക്ക് അഡ്മിഷൻസ് അണ്ടർ Section 18 is given under Section 18. Section 18 പറയുന്നത് statements made by person to whom a party to the suit has expressly referred for information in reference to a matter in dispute or admissions. ഒരു എക്സാമ്പിൾ പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയും ബിയും എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ, എയുടെ കയ്യിൽ നിന്ന് ബി എന്ത് ചെയ്തു, ഒരു കുതിരേനെ മേടിച്ചു അല്ലെങ്കിൽ കുതിരേനെ മേടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ബി എന്നോട് ചോദിക്കുകയാണ്, ഈ കുതിര സൗണ്ട് ആണോ, ഓക്കെ ആയിട്ടുള്ളൊരു കുതിരയാണോ? അപ്പോൾ എ പറയാണ്, പോയി സീനോട് ചോദിക്കുക, യു ഗോ ആൻഡ് ആസ്ക് സി. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എ എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി എക്സ്പ്രസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പോയി യു ഗോ ആൻഡ് ആസ്ക് സി. അങ്ങനെ എക്സ്പ്രസ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള കേസുകളിൽ സീൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റെലവെൻ്റ് ആയിട്ടുള്ളൊരു അഡ്മിഷനാണ്. ഈ കേസുകളിലല്ലാതെ ബാക്കി കേസുകളിലൊന്നും മറ്റ് ആളുകൾ കൊടുക്കുന്ന അഡ്മിഷൻസ് എന്തല്ല, റെലവെൻ്റ് അല്ല. അപ്പോൾ ഒരു അഡ്മിഷൻസിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സ്യൂട്ട് അല്ലെങ്കിൽ ഒരു പ്രൊസീഡിങ്ങിൽ എന്തെങ്കിലും തരത്തിലൊരു ബന്ധമോ അല്ലെങ്കിൽ ആ സ്യൂട്ടിലെ റെലവെൻറ്റ് ഫാക്റ്റുമായിട്ടോ അല്ലെങ്കിൽ ഫാക്റ്റിന് ഇഷ്യൂ ആയിട്ടോ എന്തെങ്കിലും തരത്തിലുള്ളൊരു ബന്ധമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്തായിട്ട് കൊടുക്കാൻ പാടുള്ളൂ, അഡ്മിഷൻസ് ആയിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമാണ് എന്ത്, അഡ്മിസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ സെക്ഷൻ 15 അടിയിൽ ഏതൊക്കെ ആളുകൾക്കാണ് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് സെക്ഷൻ 16 മുതൽ 18 വരെ കണ്ടു. ഇനി നെക്സ്റ്റ് ടോപ്പിക്, അതായത് റെലവൻസി ഓഫ് അഡ്മിഷൻ. ഒരു അഡ്മിഷൻ്റെ റെലവൻസി എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടാണ് സെക്ഷൻ 19 പറയുന്നത്. I'll just read out the definition. So, section 19 states that admissions are relevant and may be proved as against the person who makes them or his representative in interest, but they cannot be proved by or on behalf of the person who makes them or by his representative in interest except in the following cases. Basically, ഇത് ഇത്രേ ഉള്ളൂ. അഡ്മിഷൻ സെൽഫ് ഹാമിങ് സ്റ്റേറ്റ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻസ് എന്താവുള്ളൂ, അഡ്മിസിബിൾ ആവുള്ളൂ. അതായത് ഇറ്റ് ഷുഡ് ബി എഗെയിൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി മേക്കർ. ഇതിന്റെ ബാക്കിലുള്ള ഒരു ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സെൽഫ് സർവിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാവരും പറയും. ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിലും എന്നെ ഫേവർ ചെയ്തിട്ടേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അത് കോർട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കോർട്ട് അത് വിലക്കെടുക്കേണ്ട ആവശ്യമില്ല. സോ ജനറൽ റൂൾ ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സെൽഫ് ഹാമിങ് സ്റ്റേറ്റ്മെന്റ്സ് എഗെയിൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി മേക്കർ. അത് കൊടുക്കുന്ന ആളുകളുടെ ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്താവുള്ളൂ, അഡ്മിസിബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ റൂൾ ഓഫ് അഡ്മിഷൻ. ഈ ജനറൽ റൂൾ ഓഫ് അഡ്മിഷന് 2 എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് സെൽഫ് സർവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെ സിറ്റുവേഷൻസിൽ അഡ്മിസിബിൾ ആവാം എന്നുള്ളതിനെ പറ്റിയിട്ട് പറയുന്ന 2 എക്സെപ്ഷൻസ്. ദി ഫസ്റ്റ് വൺ,
An admission may be proved by or on behalf of the person making it when it is of such nature that if the person making it were dead, it would be relevant as between third persons under section 26. Okay, അപ്പോൾ ഇത് ബേസിക്കലി പറയുന്നത് ഡൈയിങ് ഡിക്ലറേഷനെ പറ്റിയിട്ടാണ്. ഡൈയിങ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരിക്കാൻ പോകുന്ന സമയത്ത് അയാൾ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നത്, അയാളുടെ മരണത്തിന്റെ കോസിനെ പറ്റിയിട്ട്, അയാളുടെ മരണത്തിന്റെ സർക്കംസ്റ്റാൻസസിനെ പറ്റിയിട്ട് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഡൈയിങ് ഡിക്ലറേഷൻ. അപ്പോൾ അയാളത് ആക്ച്വലി മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താവുള്ളൂ, ഡൈയിങ് ഡിക്ലറേഷൻ ആവുള്ളൂ. അപ്പോൾ ഈ മരിക്കുന്ന ഒരാൾ മരിക്കുന്ന സമയത്ത് മരിക്കുന്ന സാഹചര്യങ്ങളെ പറ്റിയും സർക്കംസ്റ്റാൻസസിനെ പറ്റിയും അതിന്റെ കോസിനെ പറ്റിയും പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇസ് റെക്കോർഡഡ് ആസ് ഡൈയിങ് ഡിക്ലറേഷൻ ഓൺലി ഇഫ് ദാറ്റ് പേഴ്സൺ ഡൈസ്. അയാൾ മരിച്ചു കഴിഞ്ഞാൽ അത് ഡൈയിങ് ഡിക്ലറേഷൻ ആവുള്ളൂ. പക്ഷേ അയാൾ മരിച്ചില്ല, ഇഫ് ദാറ്റ് പേഴ്സൺ സർവൈവ്സ്, അങ്ങനെ സർവൈവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അഡ്മിഷൻ, അതായത് സെക്ഷൻ 19 അടിയിലെ എക്സെപ്ഷനിൽ വരും. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അതായത് ഒരാൾ മരിക്കാൻ പോകുന്ന സമയത്ത് അയാളുടെ മരണത്തിന്റെ കോസിനെ പറ്റിയിട്ട് അയാളുടെ മരണത്തിന്റെ സർക്കംസ്റ്റാൻസസിനെ ഒക്കെ പറ്റി പറഞ്ഞ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡൈയിങ് ഡിക്ലറേഷൻ ആവും. ഇറ്റ് വിൽ ബി കവേർഡ് അണ്ടർ സെക്ഷൻ 26. പക്ഷേ ഇഫ് അറ്റ് ഓൾ ഫോർ സം റീസൺ ഇഫ് ദാറ്റ് പേഴ്സൺ സർവൈവ്സ്, ദാറ്റ് സ്റ്റേറ്റ്മെന്റ് വിൽ ബി ആൻ എക്സെപ്ഷൻ ടു അഡ്മിഷൻ അണ്ടർ സെക്ഷൻ 19. Okay, so that is the first exception to the general rule of admission. Now, the second exception to the general rule of admission is that an admission may be proved by or on behalf of person making it when it consists of a statement of the existence of any state of mind or body relevant or an issue made at or about the time when such state or mind of body existed and is accompanied by conduct rendering it falsehood improbable. അതായത് ഒരാൾ അയാളുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ബോഡിനെ പറ്റിയിട്ടോ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്സ് എന്താവും, റെലവെന്റ് ആവും. ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ സെൽഫ് സർവിങ് സ്റ്റേറ്റ്മെന്റ്, അത് റെലവെന്റ് ആവും. ബിക്കോസ് വെറുതെ ഒരാൾ പറയുന്നതല്ല, കാരണം ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ. അതായത് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് എ പേഴ്സൺ ഇസ് ടെല്ലിങ് ദറ്റ് പേഴ്സൺ ഇസ് നോട്ട് സൗണ്ട്, ഞാൻ പ്രോപ്പർ ആയിട്ടുള്ളൊരു മെന്റൽ അവസ്ഥയിലല്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവണം. അതെൻ്റെ കണ്ടക്റ്റ് കൊണ്ട്, എൻ്റെ ആക്ഷൻസ് കൊണ്ട്, എൻ്റെ ബാക്കി കാര്യങ്ങൾ കൊണ്ടൊക്കെ അത് കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇല്ല, അതൊരു ഇംപ്രോബബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് എന്ന ആ ഒരു കാര്യം, ആ ഒരു പ്രോബബിലിറ്റി ഇല്ലാത്ത രീതിയിൽ ഒരാളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബോഡിനെ പറ്റിയിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, അത് അഡ്മിസിബിൾ ആണ്. ആൻഡ് ഇറ്റ് ഇസ് എൻ എക്സെപ്ഷൻ അണ്ടർ സെക്ഷൻ 19. Now, the third exception is an admission may be proved by or on behalf of person making it if it is relevant otherwise that is admission. അപ്പോൾ ഈ സെക്ഷൻ്റെ അടിയിലല്ലാതെ ഒരാളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, അപ്പോൾ ഈ അഡ്മിഷന്റെ പ്രൊവിഷൻസിലല്ലാതെ ഈ സെക്ഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ അതൊരു റെലവെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും അതെന്താവും, അഡ്മിസിബിൾ ആവും. അപ്പോൾ ജനറൽ റൂൾ ഓഫ് അഡ്മിഷന്റെ 3 എക്സെപ്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അണ്ടർ സെക്ഷൻ 19. സോ അഡ്മിഷൻ്റെ അടിയിൽ വരുന്ന ലാസ്റ്റ് 2 ടോപ്പിക്സ് ആണ് സെക്ഷൻ 20 സെക്ഷൻ 21. ഇത് നമുക്ക് ജനറൽ ആയിട്ട് ബേസിക് ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന 2 ചെറിയ സെക്ഷൻസ് ആണ്. സോ ജസ്റ്റ് റീഡ് ഔട്ട് സെക്ഷൻ 20. Section 20 states that oral admissions as to the contents of a document are not relevant unless the party proposing to prove them shows that he is entitled to give secondary evidence of the contents of such document under the rules hereinafter contained, or unless the genuineness of a document produced is in question. Okay, so general rule എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പ്രൈമറി എവിഡൻസ് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ പ്രൈമറി എവിഡൻസ് തന്നെ കൊണ്ടുവരണം. പ്രൈമറി എവിഡൻസ് cannot be proved by secondary evidence unless under the circumstances expressly mentioned under the ഭാരതീയ സാക്ഷ്യ സംഹിത. അപ്പോൾ സെയിം ആയിട്ട് പറയുന്നത് ഒരു ഡോക്യുമെന്റിന്റെ കണ്ടന്റ്സിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓറൽ അഡ്മിഷൻസ് കൊടുക്കാൻ ഒരു ജനറൽ റൂൾ പ്രകാരം പറ്റില്ല. പക്ഷേ ഇഫ് ദാറ്റ് പേഴ്സൺ പ്രൂവ്സ് ദാറ്റ്, അയാൾ പ്രൂവ് ചെയ്യാണ് പ്രൈമറി എവിഡൻസ് കൊടുക്കാൻ പറ്റില്ല, അയാളുടെ പ്രൈമറി എവിഡൻസ് ഇല്ല, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് സെക്കൻഡറി എവിഡൻസ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ആ പേഴ്സൺ പ്രൂവ് ചെയ്യാണ് അയാൾക്ക് സെക്കൻഡറി എവിഡൻസ് കൊടുക്കാനായിട്ട് അയാൾ എൻടൈറ്റിൽഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോക്യുമെന്റിന്റെ ജെനുവിൻനെസ്, അതിൻ്റെ ഒരു സത്യസന്ധത ആ ഒരു കോർട്ടിൽ നമ്മൾ ക്വസ്റ്റ്യനിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ മാത്രം ഡോക്യുമെന്റ്സിന്റെ കണ്ടന്റ്സിനെ പറ്റിയിട്ട് നമുക്ക് ഓറൽ അഡ്മിഷൻസ് കൊടുക്കാം. അതല്ലാതെ ജനറൽ റൂൾ പ്രകാരം ഒരു ഡോക്യുമെന്റ്സിന്റെ കണ്ടന്റ്സിനെ പറ്റിയിട്ട് നമുക്ക് ഓറൽ അഡ്മിഷൻസ് കൊടുക്കാൻ പറ്റില്ല. അതാണ് സെക്ഷൻ 20 അടിയിൽ പറയുന്നത്. ദ നെക്സ്റ്റ് സെക്ഷൻ ഇസ് സെക്ഷൻ 21. സിവിൽ കേസസിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 21. Section 21 states that in civil cases, no admission is relevant if it is made either upon an express condition that evidence of it is not to be given, or under circumstances from which the court can infer that the parties agree together that evidence of it should not be given. Okay, അപ്പോൾ സിവിൽ കേസസിൽ 2 പാർട്ടീസ്, പ്ലെയിൻറ്റിഫ് ആൻഡ് ഡിഫെൻഡന്റ്, അപ്പോൾ പ്ലെയിൻറ്റിഫും ഡിഫെൻഡന്റും ഓൾറെഡി എന്ത് ചെയ്തു, എഗ്രി ചെയ്തു. ഈ ഒരു മാറ്ററിനെ പറ്റിയിട്ട് നമ്മൾ 2 പേരും കോർട്ടിൽ യാതൊരു തരത്തിലുള്ള എവിഡൻസും കൊടുക്കാൻ പാടില്ല. ഇഫ് ഇറ്റ് ഇസ് മ്യൂച്വലി എഗ്രീഡ്, അവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സിവിൽ കേസസിൽ ആ കാര്യത്തിനെ പറ്റിയിട്ട് ഓറൽ അഡ്മിഷൻസ് കൊടുക്കാൻ പറ്റില്ല. നൗ സെക്കൻഡ് കേസ്, അതായത്
കോർട്ടിന് അനുമാനിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതായത് ഈ രണ്ട് പാർട്ടീസും ഒന്നിച്ച് തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് എവിഡൻസ് കൊടുക്കരുത് എന്ന് രണ്ട് പാർട്ടീസും മ്യൂച്വലി എഗ്രി ചെയ്തിട്ടുണ്ടെന്ന് കോർട്ടിന് ഇൻഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു കേസിൽ, സിവിൽ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്മിഷൻസ് കൊടുക്കാൻ പറ്റില്ല. അവിടെ അഡ്മിഷൻസ് അഡ്മിസിബിൾ അല്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അഡ്മിഷൻ സെക്ഷൻ 15 മുതൽ സെക്ഷൻ 21 വരെയുള്ള ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. So that's it about admissions. Thank you for watching. Please do subscribe our channel Loxygen for more such videos.